ശരത്തിന് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കമുണ്ട് എന്ന് അനുമോള് പറയുകയാണ്. അതുപോലെ തന്നെ ജിസൈലിനെ ആദില ഒരു തെറി പറയുന്നു. പൂ മുതൽ പൂ സ്റ്റാർ 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 എന്നൊരു തെറി പറയുന്നു. പാ മുതൽ തുടങ്ങുന്ന ഒരു തെറിയാണ് പറഞ്ഞത്. കറക്റ്ററിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്, അതേപോലെ ആയിരുന്നു. അതുപോലെ തന്നെ കിച്ചനാണ് ഇന്ന് മൊത്തം വഴക്ക് കൊണ്ടുപോയത്. ജിസയിലും നെവിനും സ്വേച്ഛാധിപതികളായിരിക്കാണ്. ആ വീടിന്റെ ഭരണമല്ല, 7 പേരോടുള്ള ഭരണം, 7 പേര് അടിമകളും ആയിരിക്കാണ്. 7 പേര് വീട് മൊത്തം ഭരിക്കുന്നത് ഇവരാണ്. അതുപോലെ 7 പേര് അടിമകളും ഉണ്ട്. അപ്പൊ എന്താണെന്ന് നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കിച്ചൺ വഴക്കാണ്. ഒന്നാമത്തെ കേസ് കിച്ചൺ വഴക്കാണ്. 5 കിലോ പഞ്ചസാരയുണ്ട്. നെവിൻ പഞ്ചസാര കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കിയാണ്. അങ്ങനെ നെവിന് നല്ല ദേഷ്യമാവുന്നു. നെവിൻ അനുമോളും കിടന്നൊരു വഴക്കുണ്ടാവുകയാണ്. അതേപോലെ തന്നെ കിച്ചൺ ഫുള്ളും ഒരു ഇഷ്യൂ ആയിട്ടാണ് ഇന്ന് തുടക്കം വരെ ഒടുക്കം വരെ കിച്ചണിലെ വഴക്കായിരുന്നു കാണിച്ചത്. 10-20 ആവുന്നു. കോഴിപ്പോര് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു. ഇത് വേറൊന്നുമല്ല, 3 വൃത്തത്തില് കുറച്ച് കോഴികളുടെ കോഴി ടോയ്സ് ഉണ്ട്. ആ ടോയ്സ് അവരുടെ സർക്കിളിൽ നിന്ന് കാലിയാക്കിയിട്ട് ആ കോഴികൾ മറ്റൊരാളുടെ ഇതിലേക്ക് ആക്കണം. അപ്പോൾ സ്വന്തം സർക്കിൾ കാലിയാക്കണം. ഇതാണ് ടാസ്ക്. ഇതില് ശരത്ത് വിജയിക്കുകയാണ്. ശരത്തിന്റെ സർക്കിളിൽ കോഴികളൊന്നും ഉണ്ടാകത്തില്ല. ശരത്ത് വിജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ വഴക്കാണ് വരുന്നത്. അനീഷും ആര്യനും തമ്മിലുള്ള വഴക്കാണ്. യോഗേർട്ടിന്റെ കേസും പറഞ്ഞിട്ടാണ്. യോഗേർട്ട് എല്ലാവർക്കും കൊടുക്കണം, ഈക്വലായിട്ട് കൊടുക്കണം എന്നിട്ട് അനീഷ് വഴക്കുണ്ടാക്കുകയാണ്. ആര്യനാണെങ്കിൽ നിനക്ക് തരാൻ സൗകര്യമില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ആര്യനാണെങ്കിൽ പക്ഷെ അവസാനം ആര്യൻ ഇത് കൊടുക്കാനൊക്കെ പോകുമ്പോഴും നമ്മുടെ അനീഷ് പറഞ്ഞ് എനിക്ക് വേണ്ട, എനിക്കിത് കഴിക്കണ്ട എന്ന് പറയാണ്. എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് യോഗട്ട് കഴിക്കാനായിട്ട്. പക്ഷെ അനീഷ് സമ്മതിക്കുന്നില്ല. പിന്നെ സ്വേച്ഛാധിപതികൾ എന്ന് പറയുന്ന ടാസ്ക് വരെയാണ്. അതില് സംസാരിക്കണം. അത് സംസാരിച്ചിട്ട് അവർക്ക് ഇവര് അടിപൊളിയാണ്, ഇവര് അടിപൊളിയാണെന്ന് വീട്ടുകാർക്ക് തോന്നിട്ട് അവർക്ക് വോട്ട് കൊടുക്കണം. അതിൽ അഭിലാഷ്, ഒനീല്, ജിസൈൽ, അനുമോള്, ഷൈത്യ, നെവിന് വരെയാണ്. ഇവർക്ക് ഇപ്പൊ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. ഇവർ തിരഞ്ഞെടുക്കുന്നുള്ളത് വോട്ടിങ്ങിലൂടെ ഇവർ തിരഞ്ഞെടുക്കണം. അത് ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ചാലും 3 പേരടങ്ങുന്ന 2 ടീമാവണം. ആ 2 ടീമായതിനു ശേഷം ഓരോ ടീമിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് താല്പര്യമില്ല, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത് വന്നത്. അങ്ങനെ അഭിലാഷും ഷൈത്യം അനുമോളും ബി ഗ്രൂപ്പും ഒനീൽ, ജിസൈൽ, നെവിൻ എ ഗ്രൂപ്പ്. അതിൽ ഒനീലിന്റെയും അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നു. അനുമോളുടെ ഫോട്ടോ കത്തിക്കാൻ പോകുമ്പോൾ അനുമോൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ കത്തിക്കുന്നത്, എനിക്ക് സങ്കടമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും പറഞ്ഞിട്ട് അനുമോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി ശരത്തും അതുപോലെ തന്നെ ശൈത്യം കൂടി ഇത് സോൾവ് ആക്കാനൊക്കെ പോകുന്നുണ്ട്. അനുമോളുടെ അടുത്ത് നീ കരയില്ലേ, പ്രശ്നം നമ്മൾ ഗെയിമായിട്ട് കാണുന്ന പറഞ്ഞിട്ട് സോൾവ് ആക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ശേഷാധിപതി എന്ന് പറഞ്ഞ 3ാമത്തെ ടാസ്ക് വരെയാണ്. അതില് അഭിലാഷും പിന്നെ അഭിലാഷും ശൈത്യം നെവിനും ജിസയിലായിട്ട് 2 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അങ്ങനെ വടംവലിയാണ്. വടംവലിയിൽ ആര് വിജയിക്കുന്നത് അവർക്കാണ് 3 ഇതുണ്ടാവും. എന്നുവെച്ചാൽ 3 പ്രാവശ്യം ഉണ്ടാവും. 3 പ്രാവശ്യത്തിൽ 2 പ്രാവശ്യം ജയിച്ചാലും ഒരു ടീം 2 പ്രാവശ്യം ജയിച്ചാലും അവര് സ്വേച്ഛാധിപതികളാകും. അതില് വടംവലിയിൽ 2 പ്രാവശ്യം ജിസയിലും നെവിനും ജയിക്കുന്നു. അങ്ങനെ അവര് സ്വേച്ഛാധിപതികളാവുന്നു. പിന്നെ നോമിനേഷൻ കേസാണ്. നോമിനേഷൻ കേസിൽ പറയാണ് ആദിലയും നോറയും സെപ്പറേറ്റ് ആയിരിക്കാണ്. ആദിലയും നോറയും വേർപിരിഞ്ഞു. അതെ, ആദിലയും നോറയും വേർപിരിഞ്ഞു. ഇപ്പോ അവര് സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആണ്. ഞാൻ ആഗ്രഹിച്ച പോലത്തെ സാധനമാണ്. കാരണം ഞാൻ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഇന്ത്യയിലൊക്കെ ആണ് ഇവർ സെപ്പറേറ്റഡ് ആണ്. ഇവര് ഒന്നിച്ച് കൊണ്ടുവരുമ്പോഴാണ് മറ്റൊരാളുടെ ഗെയിം മറ്റൊരാൾക്ക് തകർക്കാൻ പറ്റും. അപ്പൊ അവരൊരു സംസാരിക്കാനുള്ളൊരു ഇത് പറ്റില്ല. അതാണ് ഇവര് ഇതാക്കിയത്. നല്ല കാര്യം, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരാൾ പുറത്തായാലും ഒരാൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലുണ്ട്. അപ്പോൾ ജിസൈലിനും നെവിനൊരു പവർ കൊടുക്കുകയാണ്. ഒരു സ്വേച്ഛാധിപതികളായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്ക് 2 പേർക്കും 2 പേരെ ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ജിസൈലാണെങ്കിൽ ആദിലിനെയും നെവിനാണെങ്കിൽ അഭിലാഷിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ
എന്താണ് ഇവരോട് 7 പേരെ നോമിനേറ്റ് 7 പേരെ തിരഞ്ഞെടുക്കണം. അവർക്ക് നോമിനേഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഈ 7 പേർക്ക് മാത്രമാണ് കൺഫെഷൻ റൂമിൽ പോയിട്ട് ഇത് പറയേണ്ടത്. എന്താണ് നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ 7 പേരെ ഇവർ തിരഞ്ഞെടുക്കുന്നു. അതിൽ അനീഷ, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, രന, ഒനിൽ, ഈ 7 പേർക്കാണ് വീട്ടിലുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ നോമിനേഷനിൽ തുടങ്ങുകയാണ്. നോമിനേഷനിൽ തുടങ്ങുമ്പോൾ നെവിൻ, ഞാൻ പറയാം, നെവിൻ ഒരാളെ വോട്ട് ചെയ്തു, അഭിലാഷിനെ വോട്ട് ചെയ്തു. ജിസയില് നമ്മളുടെ ആദിലേനെ വോട്ട് ചെയ്തു. ഇവർ രണ്ടുപേരും ഡയറക്റ്റ് നോമിനേറ്റഡ് ആയി. പിന്നെ ലാലേട്ടൻ ഓൾറെഡി ആര്യനെ നോമിനേറ്റ് ചെയ്തു, ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വേച്ഛാധിപതികളായ ജിസേലിനും നെവിനെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പേർക്ക് പറ്റൂല. ബാക്കിയുള്ളവരെ വെച്ച് വേണം ഇവര് നോമിനേറ്റ് ചെയ്യാൻ. അങ്ങനെ ബിന്നി, രേണു, നൂറ, ഒനീല് ഇത്രയും പേര് നോമിനേറ്റ് ആവുന്നു. അതുപോലെ തന്നെ ബാക്കിയായ ആദില, ആര്യൻ, അഭിലാഷ് ഇവര് 3 പേരും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് അവരും അങ്ങനെ ആയി. പിന്നെ ഇതൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്, ഈ 7 പേര് നോമിനേറ്റ് ചെയ്തല്ലോ, ഈ സ്വേച്ഛാധിപതികളുടെ അടിമകളാണ് ഈ 7 പേര്. മനസ്സിലായോ? ഈ സ്വേച്ഛാധിപതികളുടെ അടിമകളാണ് ഈ 7 പേരും എന്ന് പറയുന്നു. 7:45 ആയപ്പോഴത്തേക്കും നെവിൻ പറയുകയാണ്, അടുക്കളയിൽ ഞാൻ പറയുന്ന ആള് വേണം കുക്ക് ചെയ്യാൻ, അനുമോള് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അനുമോളാണ് സമ്മതിക്കില്ല, ഞാൻ മാറത്തില്ല, ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ മാറത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നു, ഇല്ല, ഞാൻ പറയുന്ന 2 ആൾക്കാർ മതി എൻ്റെ അടുക്കളയിൽ, അവര് വേണം കുക്ക് ചെയ്യാൻ, മെയിൻ ഷെഫ് അവരാവണം എന്ന് നെവിൻ വാശി പിടിക്കുന്നുണ്ട്. ഇങ്ങനെ കിച്ചണിലൊരു വഴക്കുണ്ടാവാണ്. നമ്മുടെ ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഗെയിമല്ല, ഗെയിമായിട്ട് കാണുക, നീ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശരത്ത് ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നു. അങ്ങനെ ജിസേലിനെ തമ്പുരാട്ടി ആക്കിയിട്ട് അവിടെ കൊണ്ടുവരാണ്. മറ്റേ മുണ്ട്, ഇവിടെ പണ്ടത്തെ തമ്പുരാട്ടികൾ മുണ്ട് ഇവിടെ വരെ എടുത്തിട്ട് പൂവൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തലയിൽ കെട്ടിയിട്ട് പൂവൊക്കെ വെച്ചിട്ട് വരില്ലേ, അതേപോലെ കൊണ്ടുവരാണ് ജിസേലിനെ. ഇതിനിടയ്ക്ക് ജിസേലിനെ അനുമോൾ ഇപ്പോൾ ഒരു കാര്യം പറയും, പെൺപിള്ളേരെ കാണുമ്പോൾ ശരത്തിനൊരു ഇളക്കം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അനുമോള് പറയുന്നു, അപ്പൊ ശരത്ത് പറയുന്നു, നീ എന്താ പറയുന്നത്, നീ എന്താ പറഞ്ഞത്, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശരത്തും അനുമോള് തമ്മിലൊരു ചെറിയ രീതിയിൽ ഒരസലും ഫൈറ്റിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കിച്ചണില് ജിസേലിന് വേണ്ടി സെപ്പറേറ്റ് കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ജിസേല് വന്നിട്ട് ഇവരുടെ കറി എന്നിട്ട് ബാക്കി എല്ലാവർക്കും ഉള്ളൊരു കറി എടുക്കാൻ പോയപ്പോ ജിസേല് എടുക്കാൻ പോയപ്പോ അനുമോൾ പറഞ്ഞു, ഇല്ല നിനക്ക് എടുക്കാൻ പറ്റില്ല. അനുമോളും ശൈത്യെ പറയുന്നുണ്ട്, എടുക്കാൻ പറ്റത്തില്ല, കാരണം നിനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പാറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 18 പേർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു കറി. അപ്പോൾ ജിസേലിന് എടുക്കാനുള്ള ഒരു ഇത് അവർക്കുണ്ട്, ജിസേലിന് എടുക്കാനും കഴിയും, കാരണം ജിസേൽ സ്വേച്ഛാധിപതിയാണ്. അപ്പോൾ പരിപ്പാറി വേസ്റ്റ് ആക്കുന്നു പറയുന്നത് ശരിക്കും ജിസേലൊന്നും എടുക്കാൻ പോകണില്ല, അത് മറ്റൊരു കാര്യം. ജിസേലൊന്ന് വെറുതെ ചുമ്മാ എടുക്കുകയാണ്. അനുമോളാണെങ്കിൽ പ്രൊവോക്ക് ആവുന്നുണ്ട്. ഇതിനിടക്ക് ജിസയില് ശൈത്യയോട്, നീ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, നീ അവളുടെ ആരെങ്കിലും ആണ്, എന്തിനാ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ശൈത്യക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടുന്നു. നിനക്ക് എങ്ങനെ പറയുന്നുണ്ട്, നീ കണ്ടോ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, നീ വെറുതെ ഒരു കാര്യം പറയുന്നുണ്ട്. ശൈത്യ ഭയങ്കരമായിട്ടും ദേഷ്യം വരുന്നുണ്ട്, ശൈത്യക്ക് ദേഷ്യം വരുന്നു. അനുമോളാണെങ്കിൽ ഈ പാത്രം എടുത്തിട്ട് കറങ്ങി ഞാൻ ചോദിച്ചാൽ ആ പാത്രം ഇന്ന് തന്നെ താഴേക്ക് വീഴുമെന്നാണ് വിചാരിച്ചത്. പിടിച്ചു പറയായിരുന്നു, കറിക്ക് വേണ്ടിയിട്ട് പിടിച്ചു പറയായിരുന്നു. ഒരുമാതിരി നേഴ്സറി കുട്ടികളുടെ പിള്ളേരെ പോലെ ആയിരുന്നു, നേഴ്സറിയിൽ ഉള്ള കുട്ടികളെ പോലെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പിടിച്ചു പറയായിരുന്നു. അങ്ങനെ കിച്ചണിൽ അപ്പോൾ സംസാരിക്കുന്നത് ആതിര വന്ന് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായി കറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കുറെ സൈ ഇട്ടിട്ട് ആതിര നമ്മളുടെ ജിസേലിനെ തെറി പറയുന്നുണ്ട്. അപ്പൊ ജിസേലിന് ഇഷ്ടപ്പെട്ടില്ല. ജിസേലിന്റെ എക്സ്ക്യൂസ് മീ എനിക്കൊരു ദേഷ്യമായിട്ട് ജിസേലിന് വന്നു. അവള് ആതിര യൂസ് ചെയ്ത തെറി വെച്ചത് തുടങ്ങുന്നത് തെറിയാണ്, എനിക്ക് അറിയത്തില്ല, ഞാൻ ടിവിയിലും മ്യൂട്ടാണല്ലോ, അപ്പോൾ എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും തെറിയായിരിക്കും, ഇംഗ്ലീഷിലെന്ത് തെറിയായിരിക്കും, എനിക്കറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ പോലെയാണ് തോന്നുന്നത്. ടി വി കണ്ടുകൊണ്ട് എനിക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കാരണം ഇന്ന് രാത്രി എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ലൈവ് മര്യാദ കാണാൻ പറ്റുന്നത്. അങ്ങനെ ആദിലും ജിസേലും നമ്മൾ ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അനുമോള് ശൈത്യാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട്
നമ്മുടെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ആദിലിനെ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ശൈത്യ കിടന്ന് കരയാണ്. ശൈത്യ കിടന്ന് കരഞ്ഞിട്ട് അനുമോൾ സമാധാനിപ്പിക്കാൻ പോകുന്നു. സമാധാനിപ്പിക്കാൻ പോയ അനുമോളും കൂടെ ശൈത്യൻ്റെ കൂടെ കരയുന്നു. ഈ അനുമോളുടെ ഈ കരച്ചിൽ എന്ന് നിർത്തണോ അനുമോൾ കയറി വരും. നിങ്ങൾ എഴുതി വെച്ചു. കാരണം അനുമോളുടെ കരച്ചിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നിർത്താതെ ഒരു വരെ നടക്കത്തില്ല. 11:35 മറ്റേ ബർത്ത്ഡേയുടെ കേക്ക് വരെയാണ്. ഒന്ന് ആനിവേഴ്സറി കേക്കും ഒന്ന് ബർത്ത്ഡേ കേക്കാണ്. അതിൽ ബിന്നിയുടെ ആനിവേഴ്സറി ആണ്, വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ കേക്കും ആദിലയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഇടയ്ക്ക് ജിസയിൽ അതിൻ്റെ അടുത്ത് സോൾവ് ആക്കാനൊക്കെ പോകുന്നുണ്ട്. രണ്ടുപേരും കേക്ക് മുറിക്കുന്നു. ദിയാസന, നമ്മുടെ സീസൺ 1 ദിയാസന, സീസൺ 5 നാദിറ, സീസൺ 4 അപർണ മൽബറി, പിന്നെ ഒരാളും കൂടി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവർ 4 പേരും കൂടി എന്താണ് അതിലെ വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിന്നിക്കാണെങ്കിൽ ഹസ്ബൻഡിന്റെ വോയിസ് കേൾപ്പിക്കുന്നു. അപ്പൊ ഇത്രയാണ് എപ്പിസോഡ് നടന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? എനിക്ക് ആദിലയുടെ തെറി എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. പിന്നെ അനുമോള് അനാവശ്യമായിട്ടുള്ള ഭാഷകളായിരുന്നു. അനുമോള് വെറുതെ ഒരു വാശി പിടിക്കുകയാണ്. കാരണം ഒന്നാമത് ഒരു പ്രതികാരം പോലെയാണ് അനുമോള് കാണിക്കുന്നത്. അനുമോള് അതൊക്കെ ഓക്കെ നല്ലതാണ്. അനുമോളുടെ ഈ കരച്ചിൽ നിർത്തി പകുതി ഓക്കെ ആകും. പിന്നെ ആ ഭാഷ ഇതൊക്കെ നിർത്തി കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ എപ്പിസോഡ്. എനിക്ക് നല്ല അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നാളെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ വോട്ടിങ് വ്യാഴാഴ്ച വരുള്ളൂ എന്ന് കണ്ടു, ടി വിയിൽ കണ്ടു, വ്യാഴാഴ്ച വരുള്ളൂ വോട്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇനി വ്യാഴാഴ്ച എന്താണ് വെള്ളിയാഴ്ച ലാലേട്ടൻ വരുമോ അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ആരായിരിക്കും ഇത്തവണ ഔട്ടാവും നമുക്ക് നോക്കാം കേട്ടോ. ഒന്നും ഒരു ഐഡിയ ഇല്ല, നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഇപ്പൊ സെപ്പറേറ്റഡ് ആയാലും ആദിലിനോറ സെപ്പറേറ്റഡ്, ചിലപ്പോൾ ആദിലൊക്കെ അതിന് കൂടുതൽ വോട്ടും നോറ കുറവാണ്. രേണുസുതി ഔട്ടാകുമോ? രേണുസുതി ഇപ്പോൾ ഉള്ളതിൽ രേണുസുതിയൊക്കെയാണ് ഒന്ന് വീക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ പോവുമായിരിക്കും, നമുക്ക് നോക്കാം. ചിലപ്പോൾ നോ എവിക്ഷൻ ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ വൈൽഡ് കാർഡ്സിന്റെ കാര്യം 7 പേര് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 7 പേര്, ചിലപ്പോഴും 7 പേരുണ്ടാവും, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നാളത്തെ എപ്പിസോഡ് റിവ്യൂവും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെയും ബൈ.